ആകാശവാണി. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ കോട്ടയം ജില്ലയ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഉയർന്ന സാക്ഷരത, ശക്തമായ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, ഊർജ്ജസ്വലമായ രാഷ്ട്രീയ അവബോധം എന്നിവയ്ക്ക് പേരുകേട്ട കോട്ടയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. 2026 ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേരളം തയ്യാറെടുക്കുമ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങൾ വീണ്ടും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വോട്ടർമാരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. വൈക്കം കായൽ മുതൽ പൂഞ്ഞാറിന്റെ മലയോര കാർഷിക മേഖല വരെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള കോട്ടയത്തെ മണ്ഡലങ്ങൾ ജില്ലയുടെ സങ്കീർണമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മാറ്റങ്ങളെ എക്കാലവും പ്രതിഫലിപ്പിക്കുന്നു. കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് വേമ്പനാട് കായലിനും ഇടയിലാണ് കോട്ടയം ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഫലഭൂയിഷ്ടമായ കാർഷിക പ്രദേശങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, കായൽ, പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ജില്ല. ചരിത്രപരമായി കാർഷിക വൃത്തിയുമായി, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുമായും വിദ്യാഭ്യാസ രംഗവുമായും ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് കോട്ടയത്തിന്റെ സമ്പദ് വ്യവസ്ഥ. അക്ഷരങ്ങളുടെയും ലാറ്റക്സുകളുടെയും കായലുകളുടെയും നാട് എന്നാണ് കോട്ടയത്തെ പലപ്പോഴും വിളിക്കുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി തുടങ്ങിയ മുന്നണി രാഷ്ട്രീയത്തെ പിന്തുണച്ച മേഖലയാണിത്. ഇക്കുറി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊപ്പം NDAയും ശക്തമായ പോരാട്ട വീര്യവുമായി മത്സരഗോദയിലുണ്ട്. കോട്ടയം, ഏറ്റുമാനൂർ, പാലാ, പുതുപ്പള്ളി, കടുത്തുരുത്തി, വൈക്കം, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി എന്നിങ്ങനെ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. മീനച്ചിൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാല കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രമായാണ് പരക്കെ അറിയപ്പെടുന്നത്. കുന്നുകളും റബ്ബർ തോട്ടങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഈ മണ്ഡലത്തിൽ കൃഷി തന്നെയാണ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. മധ്യ കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പാല. കോട്ടയം ജില്ലയിലെ ഇടനാട് മേഖലയിലാണ് കടുത്തുരുത്തി മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഫലഭൂയിഷ്ടമായ കൃഷിഭൂമികൾ, ചെറുപട്ടണങ്ങൾ, വളരുന്ന വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവ ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ്. കടുത്തുരുത്തിയിൽ എക്കാലവും UDFും LDFും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് വൈക്കം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജാതി വിവേചനത്തിനെതിരെ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ വൈക്കം സത്യാഗ്രഹം കേരള ചരിത്രത്തിന്റെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും സുപ്രധാന ഏടുകളിലൊന്നാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലം നഗരപ്രദേശങ്ങളെയും കാർഷിക ഗ്രാമങ്ങളെയും ഒരുപോലെ സംയോജിപ്പിക്കുന്നു. കോട്ടയം പട്ടണത്തോടടുത്തുള്ള ഏറ്റുമാനൂർ മികച്ച കണക്ടിവിറ്റിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ട് സമ്പന്നമാണ്. ഭൂമിശാസ്ത്രപരമായി വേമ്പനാട് കായലിനോട് ചേർന്നാണ് മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മത്സ്യബന്ധനത്തിനും കൃഷിക്കുമൊപ്പം കായലുകളുമായും ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ട ടൂറിസവും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്നതാണ് കോട്ടയം നിയോജക മണ്ഡലം. വിദ്യാഭ്യാസം, പ്രസാധക സ്ഥാപനങ്ങൾ, ക്രിസ്ത്യൻ മിഷണറി സ്ഥാപനങ്ങൾ എന്നിവയുടെ കേന്ദ്രമായും പുരാതന കാലം മുതൽക്കേ ഈ പട്ടണം അറിയപ്പെടുന്നു. 1815 സ്ഥാപിതമായതും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കോളേജുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നതുമായ CMS കോളേജ് കോട്ടയത്തെ ഒരു ശ്രദ്ധേയ സ്ഥാപനമാണ്. രാഷ്ട്രീയമായി ഊർജ്ജസ്വലമായ ഈ മണ്ഡലം പലപ്പോഴും ഉയർന്ന വോട്ടിംഗ് ശതമാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പതിറ്റാണ്ടുകളായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറ പാകിയ ഇടമെന്ന നിലയിൽ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് പുതുപ്പള്ളി. റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷി ഉപജീവനമാക്കിയ ഗ്രാമപ്രദേശങ്ങളാണ് ഈ മണ്ഡലത്തിന്റെ ഭൂരിഭാഗവും. പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ പാരമ്പര്യം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ചർച്ചകളിലും എന്നും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. അതേസമയം മധ്യ കേരളത്തിലെ ഒരു പ്രധാന വാണിജ്യ സാംസ്കാരിക കേന്ദ്രമാണ് ചങ്ങനാശ്ശേരി. വിദ്യാഭ്യാസം, വ്യാപാരം,
ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങൾ, നായർ സർവീസ് സൊസൈറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട ചരിത്രമാണ് ഈ പട്ടണത്തിനുള്ളത്. നെൽവയലുകൾക്ക് പ്രസിദ്ധമായ കുട്ടനാട് മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലം കർഷക സമൂഹങ്ങളുടെയും നഗര വോട്ടർമാരുടെയും ഒരു സങ്കലനമായി കണക്കാക്കാം. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഉയർന്ന പ്രദേശത്താണ് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലേക്ക് ക്രമേണ ഉയരുന്ന ഈ ഭൂപ്രകൃതി കേരളത്തിലെ മലയോര ജില്ലകളിലേക്കുള്ള ഒരു കവാടം കൂടിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ചെറുകിട കൃഷികൾ എന്നിവയോടൊപ്പം റബ്ബർ തോട്ടങ്ങളാണ് പ്രധാനമായും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നാണ് പൂഞ്ഞാർ. മധ്യമേഖല മുതൽ പശ്ചിമഘട്ടത്തിനടുത്തുള്ള വനപ്രദേശങ്ങൾ വരെ പൂഞ്ഞാർ വ്യാപിച്ചു കിടക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രാദേശിക പാർട്ടികളും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനാൽ പൂഞ്ഞാറിന് ഒരു പ്രത്യേക രാഷ്ട്രീയ സ്വഭാവം തന്നെയാണുള്ളത്. കോട്ടയത്തെ സ്ഥാനാർത്ഥി ചിത്രവും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ എല്ലാ ആരവങ്ങളെയും വരവേൽക്കുകയാണ് കോട്ടയം ജില്ല. ആകെ 9 നിയോജക മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം പുതുപ്പള്ളി നിയോജക മണ്ഡലം MLA ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് 2023 ഉപതിരഞ്ഞെടുപ്പ് നേരിട്ടു. ഉമ്മൻചാണ്ടിയുടെ മകനും UDF സ്ഥാനാർത്ഥിയുമായ ചാണ്ടി ഉമ്മനാണ് നിലവിൽ പുതുപ്പള്ളി MLA. ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഇത്തവണയും ഇവിടെ UDF സ്ഥാനാർത്ഥി. LDF സീറ്റിൽ CPMന്റെ KM രാധാകൃഷ്ണൻ മത്സരിക്കും. രവീന്ദ്രനാഥ് വാകത്താനമാണ് പുതുപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDF സീറ്റിൽ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോബ് മൈക്കിൾ, UDF സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി KC വിനു ജോബ്, BJPയുടെ B രാധാകൃഷ്ണൻ മേനോൻ എന്നിവർ മത്സരിക്കും. കോട്ടയം മണ്ഡലത്തിൽ UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനവിധി തേടും. LDF സീറ്റിൽ CPMന്റെ K അനിൽകുമാർ, NDAയ്ക്കായി BDJS സ്ഥാനാർത്ഥി P അനിൽകുമാർ എന്നിവർ മത്സരിക്കും. ഏറ്റുമാനൂരിൽ VN വാസവനാണ് LDF സ്ഥാനാർത്ഥി. നാട്ടകം സുരേഷ് UDFനായും NDAയ്ക്കായി 2020 സ്ഥാനാർത്ഥി ആതിരാടി നായരും മത്സരിക്കും. വൈക്കം നിയോജക മണ്ഡലത്തിൽ UDFനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ K ബിനിമോൻ, LDF സീറ്റിൽ CPIയുടെ P പ്രദീപ്, NDAയ്ക്കായി K അജിത് എന്നിവർ മത്സരിക്കും. കടുത്തുരുത്തി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫാണ് UDF സ്ഥാനാർത്ഥി. LDF സീറ്റിൽ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി, NDA സ്ഥാനാർത്ഥിയായി BDJSന്റെ സുരേഷ് ഇട്ടിക്കുന്നേൽ എന്നിവർ മത്സരിക്കും. പാലായിൽ UDFനു വേണ്ടി KDPയുടെ മാണി സി കാപ്പൻ, LDFനായി കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി, NDAയ്ക്കായി ഷോൺ ജോർജ് എന്നിവർ മത്സരിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ MJ സെബാസ്റ്റ്യനാണ് UDF സീറ്റിൽ മത്സരിക്കുക. LDFനായി കേരള കോൺഗ്രസ് Mന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, NDAയ്ക്ക് വേണ്ടി PC ജോർജ് എന്നിവർ മത്സരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ NDAയ്ക്കായി കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ, UDF സീറ്റിൽ കോൺഗ്രസിന്റെ റോണി K ബേബി, LDFനായി കേരള കോൺഗ്രസ് Mന്റെ N ജയരാജ് എന്നിവർ ജനവിധി തേടും. ജില്ലയിലെ നിലവിലെ സിറ്റിംഗ് MLAമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, ജോബ് മൈക്കിൾ തുടങ്ങിയവർക്ക് സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ? UDFന്റെ സിറ്റിംഗ് സീറ്റായ പുതുപ്പള്ളി നിയോജക മണ്ഡലം ചാണ്ടിയുമ്മന് നിലനിർത്താൻ ആകുമോ? കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യനിലൂടെ NDAയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിൽ അക്കൗണ്ട് തുറക്കാൻ ആകുമോ? ഇങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സൂചന നൽകുന്ന ചോദ്യങ്ങളാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയ രംഗം മുന്നോട്ട് വയ്ക്കുന്നത്. പാലാ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും വരാൻ പോകുന്നത് എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നിലവിൽ MLA ആയ മാണി സി കാപ്പൻ തന്നെ പാലായെ നയിക്കുമോ, അതോ കൈവിട്ടുപോയ സീറ്റ് ജോസ് കെ മാണിക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്നീ ചോദ്യങ്ങൾക്കൊപ്പം ഷോൺ ജോർജിന്റെ പ്രവർത്തനങ്ങളിലൂടെ പാലായുടെ ചരിത്രത്തിൽ ആദ്യമായി NDAയ്ക്ക് നേട്ടം കൊയ്യാനാകുമോ എന്നറിയാനും കേരളം കാത്തിരിക്കുകയാണ്. മെയ് 4 വോട്ടെടുപ്പ് ഫലം വരുമ്പോൾ കോട്ടയം ജില്ലയെ ആര് നയിക്കുമെന്ന് ജനം വിധിയെഴുതും. മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി ഉയർന്ന പോളിംഗ് ശതമാനം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ നിയമസഭാ ഇലക്ഷൻ സംബന്ധിച്ച് എല്ലാ പ്രിപ്പറേഷൻ ഓൺ ട്രാക്കാണ്. ബൈ 26th വിഡ്രോൾ ഓഫ് നോമിനേഷൻ എല്ലാ അറേഞ്ച്മെൻറ്റ് ഓൺ ട്രാക്കാണ്. Regarding expenditure monitoring, paid news, hate news and MCC violations, we have appointed 81 static surveillance teams, 81 SSTs, mainly at the border areas in all the constituencies. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 9 ടീം ഉണ്ട്. അതിനുശേഷം 27 ഫ്ലൈയിങ് എസ്കോർട്സ് നമുക്ക് നിയോഗിച്ചിട്ടുണ്ട്. സോ ഫ്ലൈയിങ് എസ്കോർട്സ് വിസിറ്റിംഗ് ഓൾ ദ പ്ലേസസ്, റിമൂവിംഗ് ഹോർഡിങ്സ്
and if some hate speech is reported, they are reported to the control room. 18 number video surveillance team നമ്മുടെ ഫീൽഡിലുണ്ട്. 9 നമ്മുടെ ഈ വീഡിയോ വിങ് ടീമാണ്. വീഡിയോ സർവൈലൻസ് ടീമിൽ നിന്ന് കിട്ടിയത് വീഡിയോ നമുക്ക് എക്സാമിൻ ചെയ്യുന്നുണ്ട്. 18 ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ് നമ്മുടെ ഫീൽഡിലുണ്ട്. റിഗാർഡിംഗ് MCC വയലേഷൻ ഓൾറെഡി നമുക്ക് കൺട്രോൾ റൂം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഏകദേശം 350 സിവിജിൽ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. വിതിൻ 15-16 മിനിറ്റ് നമുക്ക് എല്ലാ കംപ്ലയിൻറ്റ് ഓൺ ആൻഡ് ആവറേജ് എല്ലാ സോൾവ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ബിയോണ്ട് 100 മിനിറ്റ്. സോ നമുക്ക് വളരെ കൃത്യമായിട്ട് എല്ലാ ന്യൂസ് ചാനൽ, എല്ലാ സോഷ്യൽ മീഡിയ ചാനൽ, എല്ലാ പെയ്ഡ് ന്യൂസ്, എല്ലാ ഫേക്ക് ന്യൂസ്, എല്ലാ കാര്യവും നമുക്ക് ഭംഗിയായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓൾ തിങ്സ് ആർ ഓൺ ട്രാക്ക്. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെയും പോളിംഗ് ബൂത്തുകളെയും കുറിച്ച് ആകാശവാണി ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ വിശദീകരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കോട്ടയം ജില്ലയിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആകെ 1791 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. 5 പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യാനും സ്വീകരിക്കാനും 9 കേന്ദ്രങ്ങൾ സജ്ജമാക്കി. 5 വോട്ടെണ്ണൽ കേന്ദ്രമാണ് ജില്ലയിലുള്ളത്. പോളിംഗ് ജോലികൾക്കായി 10,404 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നിരീക്ഷണത്തിനായി 27 വീതം ഫ്ലൈയിംഗ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡുകളും 18 വീഡിയോ സർവൈലൻസ് ടീമുകളുമുണ്ട്. ചെലവ് നിരീക്ഷിക്കുന്നതിനായി 9 സ്ക്വാഡുകളെയും ഫീൽഡിൽ നിന്ന് എടുക്കുന്ന വീഡിയോകൾ പരിശോധിക്കുന്നതിനായി 9 ടീമുകളെയും നിയോഗിച്ചിട്ടുണ്ട്. ആകെ 14,98,824 വോട്ടർമാരാണ് കോട്ടയം ജില്ലയിലുള്ളത്. ഇതിൽ 7,30,30,005 പുരുഷന്മാരും 7,68,805 സ്ത്രീകളും 14 ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുമാണുള്ളത്. കോട്ടയത്ത് വേനൽ ചൂടിനൊപ്പം മത്സരാവേശവും കടുക്കുകയാണ്. മത്സരാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നിരീക്ഷിക്കാൻ വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് നിയന്ത്രണങ്ങൾ നിരീക്ഷിക്കാൻ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം കർശനമായി നിരീക്ഷിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് MCC കൺട്രോൾ റൂം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വോട്ടർ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള നടപടികളും ജില്ലയിൽ പൂർത്തിയായി. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകിയത്. കോട്ടയത്തെ 9 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ വൈവിധ്യത്തിന്റെ ഒരു സൂക്ഷ്മ രൂപമാണെന്ന് പറയാം. ചരിത്രപരമായ ഒട്ടേറെ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് സാക്ഷിയായ ഈ ജില്ലയിലെ ഓരോ മണ്ഡലവും ഭൂമിശാസ്ത്രം, ചരിത്രം, രാഷ്ട്രീയം, സാംസ്കാരിക പാരമ്പര്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഒരിക്കൽ കൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് തന്നെ പറയാം. നിങ്ങൾ കേട്ടത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കാർത്തിക വിശ്വംഭരൻ, ദേവിക എസ് നായർ.